അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് അലനല്ലൂർ. ഫോൺ 04924 262 427. മലയോര മേഖലയുടെ സമഗ്ര വികസനം ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടുള്ള മലയോര ഹൈവേയുടെ പാലക്കാട് ജില്ലയിലെ ആദ്യ റീച്ച് നിർമ്മാണത്തിന് സാങ്കേതിക അനുമതി തേടി കേരള റോഡ് ഫണ്ട് ബോർഡ് കിഫ്ബിക്ക് എസ്റ്റിമേറ്റ് സമർപ്പിച്ചു. അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് ടെൻഡർ നടപടികളിലേക്ക് കടക്കും. ആദ്യഘട്ട നിർമ്മാണ പ്രവൃത്തികൾ മാർച്ച് മാസത്തോടെ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലെ കുമരമ്പത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയാണ് മലയോര ഹൈവേയായി മാറുന്നത്. മലപ്പുറം ജില്ലാ അതിർത്തിയായ കാഞ്ഞിരംപാറയിൽ നിന്നും അലനല്ലൂർ കോട്ടോപ്പാടം വഴി കുമരമ്പത്തൂർ ചുങ്കത്ത് ദേശീയപാതയിലേക്കാണ് മലയോര ഹൈവേ ബന്ധിക്കുക. കാഞ്ഞിരംപാറ മുതൽ ചുങ്കം വരെയുള്ള 18.1 കിലോമീറ്റർ ദൂരത്തിന്റെ നിർമ്മാണമാണ് ആദ്യഘട്ടമായി നടക്കുക. 91.4 കോടി രൂപയാണ് ഇതിന് ചെലവ് കണക്കാക്കുന്നത്. 12 മീറ്റർ വീതിയിൽ അഴുക്കുചാലോട് കൂടിയുള്ളതാണ് റോഡ്. അലനല്ലൂർ കോട്ടപ്പാടം ടൗണുകൾക്ക് പുറമെ പ്രധാന ജംഗ്ഷനുകളായ ഭീമനാട്, മേലെ അരിയൂർ ഉൾപ്പെടെ 10ഓളം ഇടങ്ങളിൽ കൈവരികളോടുകൂടിയ നടപ്പാതയുണ്ടാകും. പാതയുടെ അരികിൽ ടൈലുകളും വിരിക്കും. യാത്രക്കാരെ കയറ്റുന്നതിനും ഇറക്കുന്നതിനും ബസ് ബേയും കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ഒരുക്കും. നേരത്തെ കോട്ടപ്പാടം, അലനല്ലൂർ ടൗണുകളിൽ മാത്രമായിരുന്നു കൈവരികളോടുകൂടിയ നടപ്പാത നിർമ്മാണം നിശ്ചയിച്ചിരുന്നതെങ്കിലും നിർദ്ദേശങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് മറ്റ് 8 ഇടങ്ങളിൽ കൂടി നടപ്പാത നിർമ്മിക്കാൻ പുതുക്കിയ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയത്. അഴുക്കുചാലിന് മുകളിൽ സ്ലാബിട്ടാണ് നടപ്പാത സംവിധാനം ഒരുക്കുക. നിരവധി വളവുകളുള്ള പാതയിൽ സാധ്യമായ സ്ഥലത്തെല്ലാം വളവുകൾ നിവർത്തി സുഗമമായ ഗതാഗതം സാധ്യമാകുന്ന തരത്തിലാണ് റോഡ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതെന്ന് KRFB നേരത്തെ അറിയിച്ചിരുന്നു. ആദ്യഘട്ട നിർമ്മാണ പ്രവൃത്തികൾ മാർച്ച് മാസത്തോടെ ആരംഭിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. പാത കടന്നുപോകുന്ന പ്രധാന അങ്ങാടികളായ അലനല്ലൂർ, കോട്ടപ്പാടം എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ ഈ 18.1 കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ എവിടെയും സ്ഥലം ഏറ്റെടുപ്പ് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഇല്ല എന്നത് പ്രവൃത്തികൾക്ക് ആശ്വാസമാണെന്ന് പൊതുപ്രവർത്തകൻ KA സുദർശനകുമാർ പറഞ്ഞു. നിലവിലുള്ള ഈ നമ്മുടെ കുമരമ്പത്തൂർ ഒലിപ്പുഴ റോഡിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പ്രദേശത്ത് നേരത്തെ തന്നെ സർവേകൾ പൂർത്തിയാക്കിയതും ഏത് ഭാഗത്താണ് കയ്യേറ്റങ്ങളുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്തി ഒഴിപ്പിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ ടെൻഡർ കഴിഞ്ഞ് നടപടിക്രമങ്ങൾ ആരംഭിക്കുമ്പോൾ ഒരു വലിയ പ്രയാസമില്ലാതെ തന്നെ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റു തരത്തിലുള്ള തർക്കങ്ങളൊന്നും തന്നെ ഉയർന്നു വരാൻ സാധ്യതയില്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ജില്ലയിൽ 5 റീച്ചുകളിലായാണ് മലയോര ഹൈവേ നിർമ്മിക്കുന്നത്. ആദ്യ റീച്ച് ചുങ്കത്ത് അവസാനിക്കും. ഇവിടെ നിന്നും പാലക്കാട്, കോഴിക്കോട് ദേശീയപാതയിൽ ചേർന്ന് താണാവ് വഴി പാലക്കാട് തൃശൂർ ഹൈവേയിലെത്തും. തുടർന്ന് പാറ, പൊള്ളാച്ചി റോഡ് താണ്ടി ഗോപാലപുരത്ത് എത്തിച്ചേരും. ഗോപാലപുരത്ത് നിന്നും കന്നിമാരിമേട് വരെയാണ് മലയോര ഹൈവേയുടെ 2ാം റീച്ച് നിർമ്മിക്കുക. കന്നിമാരിമേടിൽ നിന്നും നെടുമണി വരെ 3ാം റീച്ചും, പനങ്ങാട്ടിരിയിൽ നിന്നും വിത്തനശ്ശേരി വരെ 4ാം റീച്ചും, ഐനംപാടത്ത് നിന്നും വടക്കഞ്ചേരി തങ്കം ജംഗ്ഷൻ വരെ 5ാം റീച്ചും നിർമ്മിക്കും. ഈ ഭാഗങ്ങളിലെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർവേ നടപടികൾ നടന്നുവരികയാണ്. റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ മലയോര ചെറുപട്ടണങ്ങളായ കോട്ടോപ്പാടം, അലനല്ലൂർ എന്നിവിടങ്ങളിൽ വികസന സാധ്യതകൾ ഏറെയാണ്. ഇങ്ങനെ നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അലനല്ലൂർ എന്ന് പറയുന്നതും അതുപോലെ കോട്ടോപ്പാടം, ഈ 2 പ്രദേശങ്ങളും മലയോര മേഖലയുമായി തൊട്ടുകിടക്കുന്നതും വികസനത്തിന് ഇനിയും സാധ്യതകളുള്ളതുമായ ചെറുപട്ടണങ്ങളാണ്. അവയുടെ സമ്പൂർണ്ണമായ വികാസത്തിന് ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം സഹായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. മലയോര ഹൈവേ പാലക്കാട് ജില്ലയിലെ ആദ്യ റീച്ച് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് N. ഷംസുദ്ദീൻ MLA നേതൃത്വത്തിൽ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പൊതുപ്രവർത്തകർ, KRFB ഉദ്യോഗസ്ഥർ എന്നിവരെ ഉൾപ്പെടുത്തി അലനല്ലൂരിൽ നവംബർ മാസത്തിൽ ചർച്ച നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കരിങ്കലത്താണി.